നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക. ധർണയുമായി KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കേരള സർക്കാരിന്റെ ജനപക്ഷ നയത്തിന് ശക്തി പകരണമെന്നും ആവശ്യം. കണ്ണൂരിൽ നടന്നത് ലക്ഷങ്ങളുടെ കുഴൽപ്പണവേട്ട. പിടികൂടിയത് പയ്യന്നൂരിൽ നിന്നും. മഹാരാഷ്ട്ര സ്വദേശികളെ വലയിലാക്കിയത് പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ SP ലഹരി വിരുദ്ധ സ്ക്വാഡും. കണ്ടെടുത്തത് 46 ലക്ഷം രൂപ. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഷാജു പന്യൻ അനുസ്മരണം നടത്തുന്നു. അനുസ്മരണ പരിപാടി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ ജില്ലാ മാർച്ചും ധർണയും നടത്തി. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ അഴീക്കോട് MLA KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല ഇന്ന് ആർജിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ നേട്ടത്തെ, വിദ്യാഭ്യാസ രംഗത്ത് ഒരു ജനാധിപത്യവൽക്കരണം ഏറ്റവും നന്നായി നടന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. 1957 സഖാവ് EMSന്റെ ഗവൺമെൻറ് ആരംഭിച്ച വിദ്യാഭ്യാസ പരിഷ്കാരം തൊട്ട് 2016 സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ ആധുനികവൽക്കരണത്തെ ശക്തിപ്പെടുത്തിയതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ശക്തമായ ഇടപെടലാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് കേരളം വളരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, അക്കാദമിക് കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KSTA ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, MA അരുൺകുമാർ, KC സുധീർ, T രജില, K രഞ്ജിത്ത്, KC സുനിൽ, VV വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. BSNL ലാൻഡ് ഫോൺ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ കൂട്ടായ്മയായ ബീറ്റ കേരളയുടെ 2ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന പ്രതിനിധി സമ്മേളനവും തുടർന്ന് വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറും നടന്നു. സെമിനാർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബീറ്റ ഓർഗനൈസിംഗ് സെക്രട്ടറി ബാബു ഡൊമിനിക് മോഡറേറ്ററായി നടന്ന സെമിനാറിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ജിതേഷ് KP, മാക്സിമിലൻ K, മനോഹരൻ P, ബാലകൃഷ്ണൻ MP, ബേബി ആന്റണി, ചന്ദ്രശേഖരൻ, പ്രദീപ് കുമാർ PK, മോഹനൻ K, ജനാർദ്ദനൻ P തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് നടന്ന ടെക്നിക്കൽ സെമിനാറിൽ അനിൽകുമാർ, GM കെൽട്രോൺ കൺട്രോൾസ് അരൂർ, അനൂപ് K ജയൻ BSNL, അരുൺ പ്രകാശ് ബീറ്റ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. MGP പണിക്കർ മോഡറേറ്ററായിരുന്ന ചടങ്ങിൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ K തമ്പാൻ നന്ദി പ്രകാശിപ്പിച്ചു. നീറ്റ് അഖിലേന്ത്യാ പരീക്ഷ 1ാം റാങ്ക് കണ്ണൂർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക്. കണ്ണൂർ പൊടിക്കുണ്ട് സ്വദേശി ശ്രീനന്ദ് ഷർമിലാണ് 720 മാർക്ക് നേടി 1ാം റാങ്ക് നേടിയത്. ഡോക്ടർ ഷർമിൽ ഗോപാലിൻ്റെയും ഡോക്ടർ പ്രിയ ഷർമിലിൻ്റെയും മകനാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉപവാസ സമരം നടത്തിയത്. രാവിലെ തുടങ്ങിയ സമരം വൈകുന്നേരം അവസാനിച്ചു. ഇടവേളക്കുമായി പ്രധാന വാർത്തകൾ വീണ്ടും.
ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക. ധർണയുമായി KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കേരള സർക്കാരിന്റെ ജനപക്ഷ നയത്തിന് ശക്തി പകരണമെന്നും ആവശ്യം. കണ്ണൂരിൽ നടന്നത് ലക്ഷങ്ങളുടെ കുഴൽപ്പണവേട്ട. പിടികൂടിയത് പയ്യന്നൂരിൽ നിന്നും. മഹാരാഷ്ട്ര സ്വദേശികളെ വലയിലാക്കിയത് പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും. കണ്ടെടുത്തത് 46 ലക്ഷം രൂപ. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഷാജു പന്യൻ അനുസ്മരണം നടത്തുന്നു. അനുസ്മരണ പരിപാടി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. 46 ലക്ഷത്തിന്റെ കുഴൽപ്പണവേട്ട. പയ്യന്നൂരിലാണ് കുഴൽപ്പണവുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പയ്യന്നൂർ റൂറൽ SP നടത്തിയ റെയ്ഡിനിടെയാണ് മഹാരാഷ്ട്ര സ്വദേശികൾ അറസ്റ്റിലായത്. പയ്യന്നൂരിലാണ് 46 ലക്ഷത്തിൻ്റെ കുഴൽപ്പണം പിടികൂടിയത്. പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. മഹാരാഷ്ട്ര സ്വദേശികളായ ശിവാജി, ആദർശ്, സത്യവാങ് എന്നിവരാണ് പിടിയിലായത്. നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഷാജു പന്യൻ അനുസ്മരണം നടത്തുന്നു. ആരോഗ്യ വകുപ്പ് ജീവനക്കാരനായിരുന്ന അത്തായക്കുന്നിലെ ഷാജു പന്യൻ നാടൻപാട്ട് മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികൾ പങ്കിട്ട ഷാജു പന്യൻ അത്തായക്കുന്നിലെ സൗപർണിക കലാവേദിയിലെ കലാകാരൻ കൂടിയായിരുന്നു. ഷാജു പന്യൻ അനുസ്മരണം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഷാജു പന്യൻ അനുസ്മരണ ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൗപർണിക അത്താഴക്കുന്നിൻ്റെ വേദികളിലൂടെയാണ് ഷാജു പ്രശസ്തനായത്. ഷാജുവിനെ തേടി നിരവധി അംഗീകാരങ്ങളും നാടൻപാട്ട് മേഖലയിൽ വരുന്നെത്തുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായിട്ട് ദേശീയോത്സവത്തിൽ പങ്കെടുത്ത നാടൻപാട്ട് സംഘത്തിൻ്റെ ലീഡറായിരുന്നു ഷാജു പന്യൻ. പിന്നീട് സർക്കാർ സേവനം ലഭിച്ച് ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുമ്പോഴും NGO യൂണിയൻ എന്ന് പറയുന്ന
ആ സംഘടനയുടെ സംസ്ഥാന കലോത്സവത്തിലൊക്കെ തന്നെയും കണ്ണൂർ ജില്ലാ ടീമിനെ വിജയിപ്പിക്കുന്നതിൽ ഷാജു അനിഷേധ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആഗസ്റ്റ് 25-ാം തീയതിയാണ് ഒരു വർഷമാവുന്നത്. നമ്മൾ നാട്ടുകലാകാരക്കൂട്ടം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഷാജു പനയൻ അനുസ്മരണം സംഘടിപ്പിക്കുകയാണ്. അതൊരു വമ്പിച്ച പരിപാടിയായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ഇടയിൽ നിന്നും ഒരു കലാകാരൻ പറഞ്ഞു പോയിട്ട് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കലാസമൂഹത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ വിവിധ പരിപാടികൾ. 30-ന് കാലത്ത് 9:30 കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സിൽ രക്തദാന ക്യാമ്പ് നടത്തും. ജില്ലയിൽ 50ഓളം കലാകാരന്മാർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം നൽകുന്നതിൻ്റെ ഉദ്ഘാടനം ACP TK രത്നകുമാർ നിർവഹിക്കും. നാട്ടറിവ് ശില്പശാല, നാടൻ കലാ സെമിനാറുകൾ എന്നിവയും അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തും. സമാപന ദിവസം ജില്ലയിലെ മികച്ച നാടൻ പാട്ട് കലാകാരന് ചടങ്ങിൽ വെച്ച് പ്രഥമ ഷാജു പനയൻ സ്മാരക പുരസ്കാരവും 60 വയസ്സ് കഴിഞ്ഞ പ്രശസ്ത നാടൻപാട്ട് കലാകാരന്മാർക്കുള്ള ആദരായനവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ അനീഷ് കാപ്പാട്, ലിജീഷ് കതിരൂർ, പ്രവീൺ രുക്മ, അനിൽ തലശ്ശേരി എന്നിവരും പങ്കെടുത്തു. വാരം UP സ്കൂൾ സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പാരീസ് ഒളിമ്പിക്സിനെ വരവേൽക്കാൻ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും കോച്ചുമായ നജീബ് NM ഒളിമ്പിക്സ് ദീപശിഖ തെളിയിച്ചുകൊണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമായ ഒളിമ്പിക്സിൻ്റെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്കൂളിൽ വിളംബര ദീപശിഖ തെളിയിച്ചത്. ഒളിമ്പിക്സ് കോർണറിൻ്റെ ഉദ്ഘാടനം സ്പോർട്സ് കോർഡിനേറ്ററും ഇന്റർനാഷണൽ വോളിബോൾ താരവുമായ അരുണാചലം TV നിർവഹിച്ചു. ഒളിമ്പിക്സ് എക്സിബിഷൻ, ഒളിമ്പിക്സ് സെൽഫി പോയിന്റ്, ക്വിസ് മത്സരങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവയും ഇതിൻ്റെ ഭാഗമായി നടത്തി. ഒളിമ്പിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ഒളിമ്പിക്സിൽ മാറ്റൊരുക്കുന്ന കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തു. പ്രഥമ അധ്യാപിക AO ശ്രീ, സ്റ്റാഫ് സെക്രട്ടറി തുഷാർ, സ്കൂൾ കായിക അധ്യാപിക അനു ജയപാൽ, മുഹമ്മദ് ഹിറാഷ്, കോർഡിനേറ്റർ ഗിരീഷ് ബാബു മാസ്റ്റർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മഹിളാ വിംഗ് സംസ്ഥാന ഗവേണിംഗ് കൗൺസിൽ യോഗം നടന്നു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന യോഗം KSCSL സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ P ഉദ്ഘാടനം ചെയ്തു. മഹിളാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ലളിത M നായർ അധ്യക്ഷത വഹിച്ചു. N ശാന്തമ്മ, ഭാനുമതി, SK അജിത് കുമാർ, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശശികുമാർ, തുളസി ശങ്കർ, ഇന്ദുലേഖ മുരളീധരൻ, ജനശ്രീ ബീതമണി തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യോൽപാദന മേഖലയിലെ അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധനവിനെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ AKCA സംസ്ഥാന വ്യാപകമായി ജൂലൈ 30-ന് പ്രതിഷേധ സമരം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കാലത്ത് കണ്ണൂർ കളക്ടറേറ്റിലേക്കും കാറ്ററിംഗ് തൊഴിലാളികൾ മാർച്ചും പ്രതിഷേധ സമരവും നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് P ജോയ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം സംസ്ഥാന സെക്രട്ടറി KK കബീർ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഈ മാസം 30-ാം തീയതി ഭക്ഷ്യോൽപാദന മേഖലയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റത്തിനെതിരെ കേരളത്തിലെ എല്ലാ ജില്ലാ കലക്ടറേറ്റിന് മുന്നിലും ധർണാ സമരം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ മാസം 30-ാം തീയതി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പ്രകടനത്തോടുകൂടി കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ കാറ്ററിംഗ് അസോസിയേഷൻ്റെ അംഗങ്ങളും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളും അതുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികളടക്കം ഉള്ള അംഗങ്ങൾ ഈ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിലക്കയറ്റ വിഷയത്തിൽ ഇടപെടണമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് മുന്നിൽ ജനങ്ങൾ ഭയവിഹ്വലരായി നിൽക്കുകയാണെന്നും ജോയ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ്, ട്രഷറർ KJ ടോമി, വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജു ചാണക്കാട്ടിൽ, MM രമേശൻ എന്നിവരും പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക. ധർണയുമായി KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കേരള സർക്കാരിന്റെ ജനപക്ഷ നയത്തിന് ശക്തി പകരണമെന്നും ആവശ്യം.
കണ്ണൂരിൽ നടന്നത് ലക്ഷങ്ങളുടെ കുഴൽപ്പണവേട്ട. പിടികൂടിയത് പയ്യന്നൂരിൽ നിന്നും. മഹാരാഷ്ട്ര സ്വദേശികളെ വലയിലാക്കിയത് പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ എസ്.പിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും. കണ്ടെടുത്തത് 46 ലക്ഷം രൂപ. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഷാജു പനയൻ അനുസ്മരണം നടത്തുന്നു. അനുസ്മരണ പരിപാടി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് MVRന്റെ പേരിടണമെന്ന് CMB. വിഴിഞ്ഞം തുറമുഖം MVRന്റെ സ്വപ്ന പദ്ധതിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തുറമുഖത്തിന് MVRന്റെ നാമധേയം ഉപയോഗിക്കണമെന്നും CMB ജനറൽ സെക്രട്ടറി MV രാജേഷ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് MVRന്റെ കാലത്തായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ് തന്നെ ഉണ്ടാവും, അത് കണ്ടില്ല എന്നടിക്കുകയാണ്. അത് പറയാനും MVRന് വേണ്ടിയല്ല, MVR ആണത് ചെയ്തതെന്ന് പറയാനും UDFലും ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ അവസ്ഥ. പകരം ഉമ്മൻചാണ്ടി 2016 നടത്തിയ ഒരു പ്രസംഗമാണ് അവരെടുത്ത് കാണിക്കുന്നത്. കുഴപ്പമില്ല, ഉമ്മൻചാണ്ടി ശക്തമായി വിഴിഞ്ഞത്തിന് വേണ്ടി നിന്ന മുഖ്യമന്ത്രിയാണ്, നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു വരി തന്നെ ശ്രദ്ധിക്കാം. 91 തന്നെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് UDF ഗവൺമെൻറ് നടപടികൾ ആരംഭിച്ചിരുന്നു എന്ന് ഉമ്മൻചാണ്ടി പറയുന്നത് നമുക്ക് ആ വീഡിയോ, ആ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ 91 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് പോർട്ട് മിനിസ്റ്റർ MVR ആണ്, കരുണാകരനാണെന്ന് മുഖ്യമന്ത്രി. അപ്പോൾ കരുണാകരൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തന്നെയാണ് അന്ന് ഈ പോർട്ടിൽ വേണ്ടുന്ന ഡെവലപ്മെൻറ്റ്, അത് ഞാൻ വ്യക്തമായി ചെയ്തതിൻ്റെ അഴീക്കലായാലും ശരി, അങ്ങനെ 3-4 പോർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രൊജക്റ്റും വന്നിരുന്നു. കുമാർ ഗ്രൂപ്പുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. പിന്നീട് അടുത്ത ഗവൺമെൻറ് വന്നപ്പോൾ അതിനകത്ത് യാതൊരു പുരോഗതി ഉണ്ടായില്ല. വീണ്ടും തിരിച്ച് 2001 UDF ഗവൺമെൻറ് വന്നപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ടെൻഡർ വിളിക്കുകയും അത് പ്രകാരം ഒരു കമ്പനി അത് കൊടുത്തെങ്കിലും
പിന്നീട് അതൊക്കെ അത് വളരെ വ്യക്തമായിട്ട് MVRൻ്റെ ഒരു ജന്മം എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ട്. അതിൻ്റെ കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് അത് ചൈനീസ് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പുള്ള സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയില്ല. അങ്ങനെ അത് നിന്നു പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ചിലപ്പോൾ 2016 UDF ഗവൺമെൻറ് ശക്തമായ നീക്കങ്ങൾ നടത്തുകയും അത് തയ്യാറാക്കുകയും ചെയ്യും. അത്ര വരെ ഈ പ്രൊജക്റ്റിനെ അതൊരു ലാൻഡ് മാഫിയക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ്, അദാനിയുടെ കാൽ കഴുകിക്കൊണ്ടുള്ള പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അതേ അദാനിയെ കൊണ്ട് തന്നെ ആ പ്രൊജക്റ്റ് ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. 1995 ഒക്ടോബർ 11 ഹൈദരാബാദിൽ കുമാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും CPM പദ്ധതിക്കെതിരായിരുന്നു. ഇതിൻ്റെ പേരിൽ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുറമുഖ നയം ആവിഷ്കരിച്ചതും പ്രഖ്യാപിച്ചതും MVR ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന് പിതൃത്വം അവകാശപ്പെടുന്നവർ MVR എന്ന 3 അക്ഷരം സ്മരിക്കുന്നില്ലെന്നും പദ്ധതിയുടെ ഉപജ്ഞാതാവ് അദ്ദേഹമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് MVRൻ്റെ നാമധേയം ഉപയോഗിക്കണമെന്നും CMB സംസ്ഥാന കൗൺസിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജോയി വർഗീസ്, R ഭാസ്കരൻ, ആറ്റൂർ ശരചന്ദ്രൻ, MV മനോഹരൻ എന്നിവരും പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചാലോട് യൂണിറ്റ് വാർഷിക സമ്മേളനം KV രത്നദാസ് നഗർ സ്പ്രിംഗ് ഓട്ടോമൊബൈൽ ഹാൾ ചാലോട് വെച്ച് നടന്നു. AAWK ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ രീതിയിലുള്ള ഒരു കേഡർ സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നമ്മൾ വേറിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. കൃത്യമായ രീതിയിൽ നമ്മളെ മെമ്പർമാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് ഒരു മെമ്പർക്ക് ആവശ്യമായി വരുന്നത് കൃത്യതയോടുകൂടി അവരാലോചിക്കുന്നതിനെക്കാട്ടും മുന്നേ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന, നമുക്ക് ചെയ്തു തരുന്ന ഇത്തരത്തിലുള്ളൊരു സംഘടന നമുക്ക് നോക്കിയാൽ ഇന്ന് കാണാനാവില്ല കേരളത്തിൽ. നമ്മുടെ 65 വയസ്സ് കഴിഞ്ഞ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ 10 വർഷം പൂർത്തിയാക്കിയ ലൈവ് മെമ്പറായി 10 വർഷം മെമ്പർഷിപ്പിലുള്ള 65 വയസ്സ് പൂർത്തിയായ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു അപേക്ഷ പോലും കൊടുക്കാതെ അടുത്ത മാസം മുതൽ പെൻഷൻ കൊടുക്കുന്ന മറ്റേത് സംഘടന ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്? കൃത്യതയോടുകൂടി അത് കാത്തു നിൽക്കുന്ന എത്രയോ ഗുരുക്കന്മാരുണ്ട്. തുച്ഛമായ പൈസയാണ്. ആ തുച്ഛമായ പൈസയാണെങ്കിൽ പോലും അതൊരു അനുഗ്രഹമായി, അല്ലാതെ എൻ്റെ അവകാശമാണ്, എനിക്ക് കിട്ടേണ്ട ഞാൻ ചെയ്ത കടമയുടെ പരിണിത ഫലമാണ് ആ ഒരു ഗുരുദക്ഷിണ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കാത്തു നിൽക്കുന്ന എത്രയോ ഗുരുക്കന്മാരുണ്ട്. അത്തരത്തിൽ നമ്മളെ വിവിധമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മളെ മെമ്പർമാർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ഇൻഷുറൻസ്, വെൽഫെയർ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന മറ്റൊരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല. ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് PV സത്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് കോമത്ത് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ SSLC, +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മെമ്പർമാരുടെ മക്കളെയും അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P സുനിൽ ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണം നടത്തി. ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുനിൽ ചക്കരക്കൽ ക്ഷേമനിധി വിശദീകരണവും ബാബു ചട്ടുകപ്പാറ പ്രവർത്തന റിപ്പോർട്ടും, A പ്രമോദ് വരവ് ചിലവ് കണക്ക് അവതരണവും നടത്തി. A പ്രമോദ്, KC സലിൽ, PK സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. റെയ്ഡ്കോ ഓണക്കിറ്റിൻ്റെ സംസ്ഥാനതല വിൽപ്പനയും ആദ്യ ഓർഡർ സ്വീകരിക്കലും നടന്നു. കണ്ണൂർ കേരള ബാങ്ക് മെയിൻ ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാറിന് മുകളിൽ മരം കടപുഴകി വീണ് അപകടം. കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ ഭാഗങ്ങളിൽ വീശിയടിച്ച കാറ്റിലാണ് മരം കടപുഴകി കാറിന് മുകളിൽ വീണത്. കക്കാട് അമാനി ഓഡിറ്റോറിയത്തിന് സമീപം ആയിരുന്നു സംഭവം. സമീപത്തെ വർക്ക്ഷോപ്പ് നടത്തുന്ന വ്യക്തിയുടെ കാർ തൊട്ടടുത്ത സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നു. ഇതിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണ് വാഹനം എടുക്കാനാവാത്ത അവസ്ഥയിൽ കുടുങ്ങിപ്പോയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിൽ കാറ്റ് വ്യാപകമായി നാശനഷ്ടം വിതച്ചിട്ടുണ്ട്. തൊട്ടടുത്ത കടയുടെ മേൽക്കൂര പറന്നുപോയ സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് മുന്നിൽ കാറ്റും മഴയുള്ള സമയത്ത് വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ദിവസമാണ് കാറ്റും മഴ വന്ന് മരം ഇതിൻ്റെ മുകളിൽ പൊട്ടി വീണ്, കാറിൻ്റെ മുകളിൽ പൊട്ടി വീണത്. ഫുള്ള് കംപ്ലീറ്റ് എല്ലാം പോയിട്ടുള്ള അങ്ങനെ സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്തയാഴ്ച നടക്കുന്ന മകൻ്റെ വിവാഹത്തിനായി നാട്ടിലെത്തിയ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു. കണ്ണൂർ നാറാത്ത് ആലങ്കിലിൽ ബൈക്കിൽ ബസ്സിടിച്ചാണ് കണ്ണാടിപ്പറമ്പ് മാലോട് സ്വദേശി അഷ്റഫ് മരിച്ചത്. നാറാത്ത് ഭാഗത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും അതേ ദിശയിൽ പോവുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ അഷ്റഫിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. 2 ആഴ്ച മുമ്പാണ് അഷ്റഫ് നാട്ടിലെത്തിയത്. വിദേശത്തുള്ള മകൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു അപകടം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക. ധർണയുമായി KSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി. കേരള സർക്കാരിന്റെ ജനപക്ഷ നയത്തിന് ശക്തി പകരണമെന്നും ആവശ്യം.
കണ്ണൂരിൽ നടന്നത് ലക്ഷങ്ങളുടെ കുഴൽപ്പണവേട്ട. പിടികൂടിയത് പയ്യന്നൂരിൽ നിന്നും. മഹാരാഷ്ട്ര സ്വദേശികളെ വലയിലാക്കിയത് പയ്യന്നൂർ പോലീസും കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും. കണ്ടെടുത്തത് 46 ലക്ഷം രൂപ. നാടൻ പാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടുകലാകാരക്കൂട്ടം ഷാജു പന്യൻ അനുസ്മരണം നടത്തുന്നു. അനുസ്മരണ പരിപാടി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 25 വരെ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.